മനുഷ്യഭയം ഒരു കണിയാകുന്നു എന്ന വചനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ മനുഷ്യഭയം 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 എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യരിങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കുകയാണോ? അല്ല, നമ്മളങ്ങ് പേടിക്കുക. നമ്മളെ ആരും പേടിപ്പിക്കുകയല്ല. എന്നാൽ അതിനെക്കുറിച്ച് ചില ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ഏതോ ഒരു ഗവൺമെന്റ് ഡോക്ടർ, അവർക്കൊരു ഗ്രാമത്തിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. അവരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ അവരുടെ ഭാഗത്തേക്കുള്ള ബസ്സുകളില്ലെന്ന് അറിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയിൽ ഇരുന്ന് നേരം വെളുപ്പിക്കണം. ലേഡിയാണ്, ഒരു 50-40 വയസ്സ് പ്രായം, എത്രയോ 30-40 വയസ്സ് പ്രായം. പക്ഷെ അവർ നല്ല ശക്തയാണ്, ബോൾഡ് എന്ന് പറയും. അവളിങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ അല്ലെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ പൂവാല സംഘം, അവരിത് നോട്ട് ചെയ്തു. രാത്രിയിലൊരു സഹോദരി ഇവിടെ ഉണ്ടെന്ന്. അവരൊന്ന് വന്നു, 2 വന്നു, 3 വന്നു, അവർ 5-6 പേര് കൂടി ഇങ്ങനെ കറങ്ങുക. ആളുകളുടെ എണ്ണം എല്ലാം കുറയുമ്പോൾ അടുത്ത് വരിക. ഒരു ദിവസം ഒരു പ്രാവശ്യം അടുത്ത് വന്ന് ചോദിച്ചു, ചേച്ചി എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല അനിയന്മാരെ, എനിക്ക് ബസ് രാവിലെ ഉള്ളൂ വെളുപ്പിന്. അയ്യോ, ഇനി വെളുപ്പിനെ വരെ ഇരിക്കണം? ആ, ഇരിക്കണം. പേടിയുണ്ടോ? അതിനെന്നെ എവിടെ തന്നെ സിംഹമോ പുലിയോ കരടിയോ വല്ലതും ഉണ്ടോ? കട്ടാനയുണ്ടോ എന്ന് പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് ആയിട്ട് ചോദിച്ചു. യവന്മാരൊന്ന് ചമ്മി. അല്ല, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്ത് ഹെൽപ്പാ മോനെ? എനിക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, മക്കൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊന്നു. ഇങ്ങനെ അതിനെ അങ്ങോട്ട് കൈകാര്യം ചെയ്തപ്പോൾ ആ വിഷയം കണ്ടു. മനുഷ്യരെ നമ്മൾ ഭയപ്പെടുന്നു എന്ന ആ ഭാഗം ധ്യാനിക്കുമ്പോൾ മനുഷ്യരാരും സിംഹമല്ല, പുലിയല്ല, കരടിയല്ല, കാട്ടാനയല്ല. ഇതിനെയൊക്കെ ഇപ്പൊ പേടിക്കേണ്ട കാലമാണ്. കാരണം ഇതെല്ലാം ഇപ്പൊ നാട്ടിലിറങ്ങി വരുന്നുണ്ട്. കാട്ടാനയുടെ ശല്യം ഭയങ്കരമാണ്. പക്ഷെ ഈ മനുഷ്യൻ, നമ്മുടെയൊക്കെ അമ്മ നമ്മളെ പ്രസവിച്ചതുപോലെയല്ലേ ഇവനെയൊക്കെ പ്രസവിച്ചത്. ഇവരെ എന്തിനു പേടിക്കുന്നേ? പക്ഷെ പറയുമ്പോൾ എളുപ്പമാണ്. എത്രയാ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ട 1700 ഗുണ്ടകൾ കേരളത്തിലുണ്ട്. അത്രേ ഉള്ളോന്ന് അറിയാൻ മേല. ലിസ്റ്റിലുണ്ട്. അതിൽ 100 എണ്ണത്തിനെ പിടിച്ചിട്ടുള്ളൂ. കറക്റ്റ് റിപ്പോർട്ടല്ല, മറന്നുപോയി വായിച്ചത്. എന്നാൽ 1700 എന്നുള്ളത് കറക്റ്റാണ്. പിടിച്ചത് എത്രയാന്ന് ഓർമ്മയില്ല. കേൾക്കുമ്പോൾ ഒരു ഭയം വരും. മനുഷ്യരെ ഭയപ്പെടുന്നതിന് ചില കാരണങ്ങളാണിത്. മനുഷ്യനെ പേടിപ്പിക്കുന്നു. മനുഷ്യനെ പേടിപ്പിക്കും. മതങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യനെ പേടിപ്പിക്കും. തീവ്രവാദികൾ മനുഷ്യരെ പേടിപ്പിക്കുന്നു. ഗുണ്ടകൾ മനുഷ്യരെ പേടിപ്പിക്കുന്നു. കുടിയന്മാർ മനുഷ്യരെ പേടിപ്പിക്കുന്നു. മദ്യപന്മാർ, പോലീസുകാർ മനുഷ്യരെ പേടിപ്പിക്കും. ഞാനൊരു ചോദ്യം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വിനയത്തോടെ ചോദിക്കും, നിങ്ങൾ പേടിപ്പിക്കുന്ന ആളാണോ ധൈര്യപ്പെടുത്തുന്ന ആളാണോ? എനിക്ക് ആ കാര്യത്തിൽ ഒട്ടും കുറ്റബോധം ഇല്ലാതെ പറയാം, ഞാൻ ധൈര്യപ്പെടുത്തുന്നയാളാണ്. കഴിവുള്ളിടത്തോളം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അതൊഴിച്ച് ആരെയും പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരെയും ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ധൈര്യപ്പെടുത്തലാണ് എൻ്റെ ജോലി. ഇന്നലെ ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എത്രയോ പേരെ ധൈര്യപ്പെടുത്തി. ഈ ശുശ്രൂഷ എന്തിനാണ്? ഈ വചനപ്രഭാതം എന്തിനാണ്? ഈ 5 മിനിറ്റ് ധൈര്യപ്പെടുത്താനാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾക്കായി കരുതുന്നു. ദൈവം സർവശക്തനാണ്.
അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പേടിപ്പിക്കുന്നവരല്ല, ധൈര്യപ്പെടുത്തുന്നവർ. എൻ്റെ സഹപ്രവർത്തകരായ സുവിശേഷകരോട് ഞാൻ ചോദിക്കുന്നു, പ്രഭാഷകരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പേടിപ്പിക്കുന്നവരാണോ? ന്യായവിധി വരുന്നു, കൊല്ലും എന്നും പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ന്യായവിധി വരുമെന്നുള്ളത് സത്യമാണ്. എങ്കിലും ഈ പറയുന്നയാള് പോകാനൊരുക്കുകയാണോ ഇരിക്കുന്നത്? ന്യായവിധിയിൽ ഈസിയായിട്ട് കയറി പോവുമോ? പറയുന്ന കേട്ടാൽ തോന്നുന്നു ഇങ്ങേര് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഷട്ടിൽ സർവീസ് അപയോഗിച്ച് വന്നതാണ്, ബാക്കിയുള്ളവർ മുഴുവനും കട്ടപ്പുകയാണ്. എനിക്കൊരാളെ അറിയായിരുന്നു, അങ്ങേര് പറയുന്ന സ്വർഗം തരിച്ചു കിടന്നാലും നിന്നെ കൊണ്ടുപോകത്തില്ല. ഇതെങ്ങനെയാ അങ്ങനെ പറയുന്നത്? ഇത് ആ ഒരു സീസണാണോ ഇത്? കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചല്ലേ ക്രൂശിൽ മരിച്ചു? കർത്താവിനെ അവസാനത്തെ നിമിഷത്തിൽ സ്വീകരിക്കാൻ മനുഷ്യന് അവകാശമില്ലേ? ആര് നശിച്ചു പോരുന്നല്ലേ കർത്താവ് ആഗ്രഹിക്കും? അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് സുവിശേഷമല്ല. പാപബോധം വരുത്തുകയും കർത്താവിലേക്ക് നയിക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം. ന്യായവിധിയെക്കുറിച്ച് പറയരുത് എന്ന അർത്ഥത്തിലല്ല ഈ എളിയവൻ പറഞ്ഞു വരുന്നത്. ഇത്രയുള്ളൂ ചോദ്യം. താങ്കൾ പേടിപ്പിക്കുന്നയാളാണോ ധൈര്യപ്പെടുത്തുന്നയാളാണോ? വിശേഷാൽ കുട്ടികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ കൾച്ചർ വളരെ അപകടകരമാണ്. നല്ല പിള്ളേരെ പേടിപ്പിക്കുന്നവർ. ഒരാളെ ധൈര്യപ്പെടുത്തിയാൽ അവൻ ചിലപ്പോൾ ഒത്തിരി പ്രയോജനപ്പെടും, പേടിപ്പിച്ചാൽ അവൻ ഡൗണായി. ദൈവത്തിൻ്റെ വചനം കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, ഗാനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പവർ വിഷൻ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.